വന്യമൃഗാക്രമണങ്ങൾ പതിവാകുമ്പോഴും ചെലവഴിക്കാൻ പണമില്ലാതെ വനം വകുപ്പ്. വനം വകുപ്പിലെ പെട്രോൾ കുടിശ്ശിക ലക്ഷങ്ങൾ കവിഞ്ഞിരിക്കുകയാണ്. ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിൽ നിന്നാണ് സെക്ഷൻ ഓഫീസിലെ ബൈക്കുകളിൽ പെട്രോൾ അടിക്കുന്നത്. വന്യജീവികളെ തുരത്താനുള്ള ഏകമാർഗമായ പടക്കം വാങ്ങിയ വകയിലുമുണ്ട് കുടിശ്ശിക. നിയമന നിരോധനവും RRT പ്രവർത്തനത്തെ കാര്യമായി ബാധിക്കുന്നുണ്ട്. VS രഞ്ജിത്ത് വിവരങ്ങൾ നൽകും. രഞ്ജിത്ത്, എപ്പോഴും കാട്ടാന അല്ലെങ്കിൽ കടുവയുടെ ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വനം വകുപ്പിനെ കുറ്റപ്പെടുത്തലാണ്. പക്ഷേ വനം വകുപ്പിലെ ജീവനക്കാർ എങ്ങനെ പ്രവർത്തിക്കുന്നു, അവരുടെ അവസ്ഥ എന്താണ് എന്ന് പൊതുവെ പറഞ്ഞു കേൾക്കാറില്ല. പക്ഷേ പടക്കം വാങ്ങാൻ പോലും പണമില്ലാത്ത അവസ്ഥ, കയ്യിൽ നിന്ന് പണമെടുക്കുന്നു പല ഉദ്യോഗസ്ഥരും എന്നുള്ള കാര്യങ്ങളടക്കം കഴിഞ്ഞ ദിവസം രഞ്ജിത്ത് പറഞ്ഞിരുന്നപ്പോൾ എന്താണ് നമുക്ക് അറിയാനാകുന്നത്? എന്തുകൊണ്ടാണ് ഈ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് ഈ ഒരു വകുപ്പിന് മാത്രം? സ്മൃതി, വിവിധ വകുപ്പുകൾക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശമനുസരിച്ച് മാറ്റിവെച്ചിരിക്കുന്ന പദ്ധതി തുകയിൽ പകുതി മാത്രം ഉപയോഗിച്ചാൽ മതിയെന്നുള്ളതാണ്. ഈ ധനവകുപ്പ് ഏറ്റവും ലീസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു വകുപ്പാണ് ഈ വനം വകുപ്പ് എന്ന് പറയുന്നത്. അവർക്ക് തന്നെ കിട്ടിയിട്ടുള്ള തുകയിൽ, പദ്ധതി അടങ്കൽ തുകയിൽ പകുതി മാത്രം ചിലവഴിക്കാനുള്ള അനുമതി മാത്രമേ ഇക്കുറി കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഈ വന്യജീവി ആക്രമണം ഉണ്ടാകുമ്പോൾ, ഈ വന്യജീവി ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരെയോ RRTയുടെ ഉദ്യോഗസ്ഥന്മാരെയോ ഒക്കെ തടഞ്ഞു വെക്കുകയാണ് നാട്ടുകാർ ചെയ്യാറുള്ളത്. പക്ഷേ അവർ എടുക്കുന്ന റിസ്കിനെ കുറിച്ച് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ചിന്തിക്കണം. കാരണം പല റേഞ്ച് ഓഫീസുകളിലും അവരുടെ വാഹനങ്ങളിൽ പെട്രോൾ അടിക്കുന്നത്, അത് റേഞ്ച് ഓഫീസർ മുതൽ താഴേക്ക് RRTയുടെ വാഹനങ്ങളിൽ പോലും പെട്രോൾ അടിക്കുന്നത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തുകൊണ്ടാണ്. അല്ലെങ്കിൽ ചില പെട്രോൾ പമ്പുകളിൽ കുടിശ്ശികയാക്കിയിട്ടാണ്. ഈ കുടിശ്ശിക ലക്ഷങ്ങൾ കവിഞ്ഞ് പല ഓഫീസുകളിലും ഇനി പെട്രോൾ കിട്ടില്ല എന്ന് പോലും പമ്പുകാർ പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി സെക്ഷൻ ഓഫീസുകൾ നോക്കിയാൽ ഓരോ റേഞ്ചിന് കീഴിൽ 4-5 സെക്ഷൻ ഉണ്ടാവും. ഓരോ സെക്ഷൻ ഓഫീസിലും കാറോ ബൈക്കോ അല്ലെങ്കിൽ താർ പോലുള്ള ജീപ്പുകളോ ഒന്നും കൊടുത്തിട്ടില്ല. അവർക്കുള്ളത് കേവലം ബൈക്കുകളാണ്. ഈ ബൈക്കുകളിൽ വേണം അവർ ഒരു 20 കിലോമീറ്ററോളം വരുന്ന സെക്ഷൻ പരിധിയിൽ സഞ്ചരിക്കാൻ. ഈ ബൈക്കുകളിൽ എണ്ണ അടിക്കുന്നത്, പെട്രോൾ അടിക്കുന്നത് ഓരോ ഓഫീസർമാരാണ്. അത് റീഇംബേഴ്സ്മെൻറ്റ് പോലും കിട്ടാത്ത തുകയാണ് എന്നുള്ളതാണ്. ഇനി അവർക്കാകെ ഈ ഒരു സെക്ഷൻ ഓഫീസറോ ഒരു RRT ഉദ്യോഗസ്ഥനോ ഒക്കെ എവിടെയെങ്കിലും വന്യജീവികൾക്ക് മുന്നിൽ പെട്ടുപോയാൽ അവർക്ക് രക്ഷപ്പെടാനുള്ള ഏക മാർഗം പടക്കം പൊട്ടിക്കുക എന്നുള്ളതാണ്. അത് തന്നെ അപരിഷ്കൃതമായ മാർഗമാണ്. വലിയ ഗുണ്ടുപോലുള്ള പടക്കങ്ങൾ കയ്യിൽ വെച്ച് പൊട്ടിക്കുക എന്നതിന് അപകടമാണ്. പല വാച്ചർമാരുടെയും വിരലുകൾ പോലും നഷ്ടപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കക്കയത്ത് കഴിഞ്ഞ മാസത്തിൽ ആണ് ഒരു സുനിൽ എന്ന് പറയുന്ന ഒരു വാച്ചറുടെ വിരലുകൾ പോലും നഷ്ടപ്പെട്ട് ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടത്. ഇവർക്കൊന്നും തന്നെ ഒരു തരത്തിലുള്ള ധനസഹായമോ ഇൻഷുറൻസോ ഒന്നും വനം വകുപ്പിലില്ല. മാത്രമല്ല, ഈ പടക്കം വാങ്ങാനുള്ള പണം പോലും വനം വകുപ്പിൻ്റെ കയ്യിലില്ല. പലപ്പോഴും ഉദ്യോഗസ്ഥന്മാർ പടക്കം വാങ്ങുന്നു, കയ്യിൽ നിന്ന് പണം ചിലവാക്കുന്നു. അതിൻ്റെ കുടിശ്ശിക വേറെയുണ്ട്. അതായത് പെട്രോൾ കാശും പടക്കത്തിൻ്റെ കാശും ഒക്കെ വേറെയാണ്. അതുപോലെ തന്നെ RRTകൾ ധാരാളമായി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഈ RRTകളിലേക്ക് കൊടുക്കാൻ ഉദ്യോഗസ്ഥരില്ല. പലപ്പോഴും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരോ നിലവിലുള്ള ഉദ്യോഗസ്ഥന്മാരെയോ RRTയിലേക്ക് നിയോഗിക്കുമ്പോൾ വനംവകുപ്പിൻ്റെ സ്വാഭാവികമായ പ്രവർത്തനത്തെ അത് ബാധിക്കുന്നുണ്ട്. RRTകൾ പുതിയതായി രൂപീകരിക്കപ്പെടുമ്പോൾ RRTകൾക്ക് വേണ്ടി പ്രത്യേകമായി നിയമനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതും വന്യജീവി വകുപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി മാറുകയാണ്. പലപ്പോഴും കേന്ദ്ര സഹായം കിട്ടണമെങ്കിൽ സംസ്ഥാനത്തിൻ്റെ വിഹിതം തുല്യമായി നീക്കിവെച്ചാൽ മാത്രമേ പല പ്രൊജക്റ്റുകളിലും, എലിഫൻറ്റ് പ്രൊജക്റ്റിലോ അല്ലെങ്കിൽ ടൈഗർ പ്രൊജക്റ്റിലോ ഒക്കെ പണം കിട്ടണമെങ്കിൽ സംസ്ഥാനം ചെലവാക്കുന്ന തുകയ്ക്ക് തുല്യമായ തുക മാത്രമേ കേന്ദ്രത്തിന് കിട്ടുകയുള്ളൂ. സംസ്ഥാനം നീക്കിവെക്കാത്ത പ്രൊജക്റ്റുകളിലേക്ക് കേന്ദ്രം പണം കൊടുക്കാറില്ല. ഇത്തരത്തിൽ വനം വകുപ്പിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്, അവരുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട്. ശരി, VS രഞ്ജിത്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. വനം വകുപ്പ് പണമില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. ധനമന്ത്രി വനം വകുപ്പിലേക്ക് വേണ്ടത്ര തുക നൽകുന്നില്ല എന്നുള്ള വിഷയം കൂടിയുണ്ട്. വനം മന്ത്രി അത് ചോദിച്ച് ആവശ്യപ്പെട്ട് നേടിയെടുക്കാനുള്ള ഒരു നിലപാടിലേക്ക് പോകുന്നുമില്ല.